ഹായ് ഫ്രണ്ട്സ്, ക്രിക്കറ്റിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്കുള്ള ക്രിക്കറ്റ് വാർത്തകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നാളെയാണ് നമ്മൾ കാത്തിരിക്കുന്ന IPL മിനി ഓപ്ഷൻ. നാളെ ഉച്ച കഴിഞ്ഞ് 2:30 ഓപ്ഷൻ ടൈം. അബുദാബിയിൽ വെച്ചാണ് ഈ ലേലം നടക്കുക. ജിയോ സ്റ്റാറിൽ ലൈവ് ഉണ്ട്, പിന്നെ സ്റ്റാർ സ്പോർട്സ് 1-ലും ഉച്ചകഴിഞ്ഞ് 2:30 തത്സമയം സംപ്രേഷണമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്മസ് തൻ്റെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതായത് ഓരോ ഫ്രാഞ്ചൈസികളും ലക്ഷ്യം വയ്ക്കാൻ സാധ്യതയുള്ള താരങ്ങളുടെ ഒരു പട്ടികയാണ് ഇപ്പോൾ ക്രിസ്മസ് വെളിയിലിട്ടിട്ടുള്ളത്. ആദ്യം മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിലേക്ക് വരാൻ വളരെ തുച്ഛമായ ഒരു തുകയാണ് അവരുടെ പേഴ്സിൽ ഇനി ബാക്കിയുള്ളത്. താരങ്ങളെ അവർ ലക്ഷ്യം വെച്ചേക്കും എന്നാണ് ക്രിസ്മസ് ഇപ്പോൾ പറയുന്നത്. ജോണി ബെസ്റ്റോ നേരത്തെ മുംബൈ താരമായിരുന്നു. കുഷാൽ മെൻഡീസ്, ജാനി സെഫറ്റ്, ടിം ഡേവിഡ് എന്നീ 4 താരങ്ങളെയാണ് അവർ ടീമിലെത്തിക്കാൻ അവർക്ക് താല്പര്യം. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 49 കോടി രൂപ അവരുടെ പ്രൈസിൽ ബാക്കിയുണ്ട്. ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും ഉയർന്ന തുക കയ്യിലുള്ള ഒരു ടീമാണ് അവർ. കാമറോൺ ഗ്രീനു വേണ്ടി, വെങ്കടേഷ് അയ്യറിനു വേണ്ടി, കൂടാതെ ലിയാം ലിവിങ്സ്റ്റന് വേണ്ടി അവർ ശ്രമിച്ചേക്കും. ഹോൾഡറിന് വേണ്ടി, മിച്ചൽ മെർസില്, സണ്ണ്, മുസ്തഫിസ് റഹ്മാൻ. നേരത്തെ സിക്കിക്ക് വേണ്ടി തന്നെ കളിച്ച താരമാണ് ബംഗ്ലാദേശിന്റെ ഫാസ്റ്റ് ബോളർ. സ്വന്തമാക്കാൻ CSK ശ്രമിച്ചേക്കും എന്നാണ് ക്രിസ്മസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ RCBയുടെ കാര്യത്തിലേക്ക് പോയാൽ, നേരത്തെ അവർ റിലീസ് ചെയ്ത താരമാണ് റുങ്കി എങ്കിഡി, സൗത്ത് ആഫ്രിക്കൻ താരം. അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ RCB മാനേജ്മെന്റ് ശ്രമിച്ചേക്കും. പിന്നെ അവർ കൂടാതെ ടസ്കിൻ അഹമ്മദ്, ജോൺസ്, ദീപക് കൂടാ, ഇത്തരം ആളുകളെ അവർ ടീമിലെത്തിക്കാൻ ഓപ്ഷനിൽ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ക്രിസ്മസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സർവീസുകൾ ഇത്തരം പേർക്ക് വേണ്ടി RCB ശ്രമിക്കും എന്നാണ് ക്രിസ്മസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നാളെ കാത്തിരുന്നാണ് ഏതൊക്കെ ടീമിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കാം. തുടർന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.